ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് 2-3 പീസ് കപ്പ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കപ്പയുടെ തോടൊക്കെ ഒന്ന് തൊലിച്ചെടുക്കാം. ഇപ്പോൾ തൊലി കളഞ്ഞ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകാം. ഇപ്പം ഞാൻ കപ്പ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത് ബീഫാണ്. ബീഫ് ഞാൻ ബീഫിൻ്റെ കൂട്ടി ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളക് ചീന്തിയത് ഒരു 4 എണ്ണം, കറിവേപ്പില, മല്ലിച്ചപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു 2-3 ചുളയൊക്കെ മതിയാവും. പിന്നെ ഇത് ഞാൻ സവാളയും തക്കാളിയും അരിഞ്ഞു വെച്ചതാണ്. ഒരു 3 തക്കാളിയും ഒരു 4 ഉള്ളിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എത്രയും എടുക്കാവുന്നതാണ്. ഇത് വന്നിട്ട് ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബീഫ് മസാല ഒക്കെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതാണ്. ഇത് ഇപ്പോൾ ഞാനൊരു 2-3 സ്പൂണൊക്കെ ഓരോന്നും എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കുക, ഇഷ്ടമുള്ള അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ നന്നാക്കി വെച്ച ബീഫ് വന്നിട്ട് ഒരു കുക്കറിലേക്ക് ഇടുവാണ്. അതൊന്ന് ഞാൻ ഉള്ളിയും തക്കാളിയും അരിഞ്ഞു വെച്ചത് ഇടുകയാണ്. അപ്പം അതിലേക്ക് ഞാൻ ഉള്ളിയും തക്കാളിയും അരിഞ്ഞു വെച്ചത് ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ പച്ചമുളകും ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയും പുതിനച്ചപ്പൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇടുകയാണ്. അതിനുശേഷം അതിൻ്റെ മേലേക്ക് ഞാൻ ഈ വറുത്ത് വെച്ച മസാലക്കൂട്ടൊക്കെ ഒന്ന് ഇടുകയാണ്. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എടുത്തതിൻ്റെയൊക്കെ പാകത്തിനനുസരിച്ച് ഞാൻ ഇതിലേക്ക് കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെക്കാം. ഇത് ഞാൻ മൂടി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. 4 വിസിലായപ്പോൾ ഞാൻ ഇതൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച കപ്പ നമ്മൾ ഇടാൻ പോവുകയാണ്.
ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും വലിയ ജീരകവും ചെറിയ ഉള്ളിയും അരച്ചത് ചേർക്കാൻ പോവുകയാണ്. ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമ്മൾ വീണ്ടും ഒന്ന് അടുപ്പത്ത് വയ്ക്കാൻ പോവാണ്. അപ്പം ഞാനിതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 3 വിസിൽ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ മല്ലിച്ചപ്പും പുതിനച്ചപ്പും ചെറിയ ഉള്ളിയും കൂടിയും ഒന്ന് വാട്ടിയെടുക്കുകയാണ്. നമ്മൾ കറി ഒന്ന് വറുത്ത് തുമിച്ചൊഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെ ബ്രൗൺ ഒന്ന് ഉടച്ചെടുക്കുക. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ അടുപ്പിൽ നിന്ന് ഈ കപ്പയൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആ തൂമിച്ച് വെച്ച എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ പൂളയൊക്കെ ഒന്ന് നമ്മൾ ഉടച്ചു കൊടുക്കുക. നല്ല കയ്യിലിൻ്റെ ഇതേപോലത്തെ ഒരു കയ്യിലുണ്ടോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ. ഇപ്പോൾ നമ്മളെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ ഫ്രണ്ട്സിനും ബൈ.